കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രേണുസുതിക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അതിലായിട്ട് മെയിനായിട്ടുണ്ടെങ്കിൽ രേണുസുതി ഇതേണക്ക് ആശുപത്രിയിൽ പോയി കീമോക്കൊക്കെ ഉണ്ടെങ്കിൽ 1,00,000 രൂപ ചിലവായെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് യഥാർത്ഥത്തിൽ ഇത്രയും പൈസയൊക്കെ ആകുമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബേഴ്സിനെ ഉണ്ടെങ്കിൽ കുറേ പേര് ഇതേണക്ക് അസുഖം ബാധിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഓഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത്രയും കീമോ ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യമുള്ള രീതിയിൽ എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ഒരുപാട് പേരുണ്ടെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന് മറുപടി എന്നുള്ള രീതിയിൽ രേണുവും അതോടെ തന്നെ സഹോദരി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബില്ലും അതോടെ തന്നെ ബാക്കിയുള്ള മരുന്നുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമൊന്നും, ക്യാൻസറിലുണ്ടെങ്കിൽ പല വിധമുണ്ട്, പല സ്റ്റേജുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഓരോരുത്തരും ഉണ്ടെങ്കിൽ ഓരോ രീതിയിലായിരിക്കും അവരുടെ ബോഡിയിലുണ്ടെങ്കിൽ അതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ വയ്യാതാണൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ട് ആക്റ്റീവ് ആവാൻ പാടില്ല, അങ്ങനെ ഇരിക്കാവും ഇങ്ങനെ ഇരിക്കാവും എന്നുള്ള രീതിയിലൊക്കെ ഓരോരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കുണ്ടെങ്കിൽ അസുഖമുണ്ട്, അതിനെ അതിജീവിച്ചുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വിഷമമോ കാര്യങ്ങളോ ഒന്നും വെളിയിൽ കാണിക്കാതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആൾക്കാർക്കുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല. ആൾക്കാർ കിടന്ന് വിഷമിക്കുന്ന കാണണം, എന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സഹതാപം വന്നേ പറ്റൂ. അതല്ലാതെ സന്തോഷത്തോട്ടിരുന്നാൽ അത് പറ്റത്തില്ല. സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്തായിരുന്നാലും ശരി, രേണു ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ബില്ലിനെ കുറിച്ചും അതോടെ തന്നെ താൻ ഏത് മരുന്നാണ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും തെളിവുകളുണ്ടെങ്കിൽ വെളിയിൽ വിട്ടിട്ടുണ്ട്.